അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഖുർആൻ ജേർണലിങ്ങിനെ പറ്റിയുള്ള ഫുൾ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഫോൺ വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. എല്ലാവരുടെ കയ്യിൽ ലാപ്ടോപ്പ് ഒന്ന് കാണണമെന്നില്ലല്ലോ. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. ഒരു കാലഘട്ടത്തിലെ കുറച്ച് മനുഷ്യർക്ക് കുരങ്ങന്മാരായിപ്പോയി. ആ കാലഘട്ടത്തിലെ നബി ആരെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ആദ്യം ആ സന്ദർഭം പറയാം. സാബത്ത് എന്ന നിയമം ബനി ഇസ്രായേലുകാർക്ക് അള്ളാഹു കൊണ്ടുവന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു ജോലികളും ചെയ്യാൻ പാടില്ല, കടലിൽ നിന്നും മീൻ പിടിക്കാനോ ഒന്നും പാടില്ല. ഇങ്ങനെയായിരുന്നു ആ നിയമം. പക്ഷേ കുറച്ച് ആൾക്കാർ ശനിയാഴ്ച ദിവസത്തെ കടലിൽ ഒരുപാട് മീൻ വരുന്നതായി കണ്ടുപിടിച്ചിട്ട് നിയമം തെറ്റിക്കുകയും അതിബുദ്ധിയിൽ കൂടെ ശനിയാഴ്ച ദിവസങ്ങളിൽ മീൻ പിടിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ നിരന്തരമായി അള്ളാഹുവിനെ അനുസരിക്കാതിരുന്നത് കൊണ്ട് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് കുരങ്ങന്മാരാക്കിയത് അവരെ. എക്സാക്റ്റ് ഏത് നബിയുടെ കാലത്താണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ പണ്ഡിതന്മാരിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും കാലഘട്ടത്തിലാണെന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് നബിയെയാണ് തിമിംഗലം വിഴുങ്ങിയത്? ഏത് ഖുർആനിലെ സൂറത്തിലാണ് ഇത് പറയുന്നത്? ഇനി ഖുർആൻ ജേർണലിൽ തുടങ്ങാനുള്ള ഓരോ കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം നിയ്യത്താണ്. നമ്മൾ അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ ഞാൻ ഖുർആനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് റബ്ബേ എന്ന് നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ തുടങ്ങണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഖുർആൻ ജേർണലിങ് ചെയ്യുന്നത് പെട്ടെന്നൊന്നും തീരുന്ന കാര്യമല്ല. ഒരുപാട് നാളെടുത്ത് ഇത് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ക്ഷമ വേണം, പിന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. ഒട്ടും പറ്റാത്ത തിരക്കൊക്കെ ഉണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ആയത്ത് വെച്ചെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എന്തൊക്കെയാണ് ഖുർആനിൽ നിന്ന് പഠിക്കാൻ പോണതെന്ന് ആദ്യമേ തീരുമാനിച്ച് വെക്കണം. ഇതൊക്കെ പഠിക്കണമെന്നതിൻ്റെ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേത്, നമ്മൾ സൂറത്ത് അല്ലെങ്കിൽ ആയത്ത് പഠിക്കുമ്പോൾ അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. പിന്നെ ആ ആയത്തിൻ്റെയോ സൂറത്തിൻ്റെയോ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ആ സൂറത്ത് അല്ലെങ്കിൽ ആയത്ത് അവതരിപ്പിച്ചപ്പോഴുണ്ടായ സന്ദർഭം എന്തൊക്കെയാണെന്ന് പഠിക്കണം. പിന്നെ നമ്മൾ ഹദീസ് വെച്ചിട്ട് ഈ സൂറത്തിനെയും ആയത്തിനെയും കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സൂറത്തിൽ കൂടെയോ ആയത്തിൽ കൂടെയോ അള്ളാഹു നമ്മളടുത്ത് എന്താണ് ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ഇനി ഫോണിൽ കൂടി ഖുർആൻ പഠിക്കാൻ നമുക്ക് ഗൂഗിൾ വേണം, ചാറ്റ് GPT വേണം, അൽ ഖുർആൻ വേണം. ചാറ്റ് GPT ഓപ്ഷണലാണ്. അൽ ഖുർആൻ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ കാണും. സൂറത്ത്, പേജ്, ജുസു, ഹിസ്ബ്, റുക്ക്, ഇതൊക്കെ ഓരോ പാർട്ടീഷനാണ്. അങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പേജ് എടുത്താൽ ഖുർആനിലെ ഓരോ പേജിലുമുള്ള ആയത്തുകളൊക്കെ കാണാൻ പറ്റും. ഇനി നമ്മൾ ജിസു എടുത്താൽ ഖുർആനിലെ ഒരു ജുസുവിലുള്ള ഫുൾ സൂറത്തും ആയത്തുമൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഓരോ സൂറത്ത് വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓരോ സൂറത്ത് വെച്ച് നോക്കാം. അൽ ഫാത്തിഹ എടുത്തു. അപ്പോൾ മേളിൽ തന്നെ മക്കയുടെ ഇപ്പുറത്ത് എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ആ സൂറത്തിൻ്റെ ഫുൾ സമ്മറിയും ഉണ്ട്. പിന്നെ ഹദീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹദീസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലിട്ട് മലയാളത്തിലാക്കി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ആദ്യം ഈ ആപ്പ് എടുക്കുമ്പോൾ തന്നെ എല്ലാം ആയത്തുകളുടെ അർത്ഥം ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. പിന്നെ ഓരോ വേർഡിൻ്റെയും ഇംഗ്ലീഷ് മീനിങ് വെച്ചും കാണും. പിന്നെ നമ്മുടെ ലാംഗ്വേജിൽ ആക്കിയിടാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അതിന് നമ്മൾ ഏറ്റവും ബോട്ടമത്തിൽ കുറേ ഓപ്ഷൻസ് കാണും. അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ നിൽക്കണം. അപ്പോൾ അതിൽ ട്രാൻസ്ലേഷൻസ് ഓപ്ഷനിൽ നിൽക്കണം. എന്നിട്ട് സെർച്ച് ബാറിൽ നമ്മുടെ ലാംഗ്വേജ് ഏതാണ് അത് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മലയാളം വരും. ഞാനിപ്പോൾ മലയാളം സെലക്ട് ആക്കി ഇട്ടേക്കുന്നതുകൊണ്ട് അതിൽ ടിക്ക് മാർക്ക് വന്നേക്കുകയാണ്. ഇല്ലെങ്കിൽ അത് ടിക്ക് ചെയ്തിട്ട് സേവ് ആക്കിയിടണം. ഇതിൽ നമുക്ക് ഖുർആൻ പ്ലേ ചെയ്ത് കേൾക്കാനും പറ്റും. അപ്പോൾ ഖുർആൻ വായിക്കാൻ അറിയാത്തവർക്കും ഇത് എളുപ്പമായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരിക്കലും ഖുർആൻ ഫോൺ വെച്ച് വായിക്കാൻ ഞാൻ പറയത്തില്ല. ഖുർആൻ തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത്. അറബി വായിക്കാൻ അറിയാത്തവർ ഫോൺ അടുത്ത് വെച്ച് ഇത് പ്ലേ ചെയ്തിട്ട് ഖുർആനിൽ നോക്കി വായിക്കാൻ ശ്രമിക്കണം. പിന്നെ ഈ ആപ്പിൽ തന്നെ പ്ലാനറൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ ജിസുവോ അല്ലെങ്കിൽ ഓരോ സൂറത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഏത് ഡേറ്റിലൊക്കെയാണെന്ന് പ്ലാൻ ചെയ്തിട്ട് ഓതാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് ഓരോ സൂറത്തൊക്കെ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാതെ എടുക്കണമെങ്കിൽ സെർച്ച് ബാറിൽ ഞെക്കിയിട്ട് ഓരോ സൂറത്തിൻ്റെ നെയിം അടിച്ച് കൊടുത്താൽ മതി. ഇനി ഖുർആൻ ആയത്തിൻ്റെ മീനിങ്ങും ഹദീസും പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈ ആപ്പിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി ഹദീസ് ഒറിജിനലായിട്ട് നമുക്ക് നോക്കി പഠിക്കണമെങ്കിൽ
ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ sunnah.com സൈറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ നമ്മൾ സ്വഹീഹ് അൽ ബുഖാരി എന്നൊക്കെയാണെങ്കിൽ സ്വഹീഹ് അൽ ബുഖാരിയിലെ ഓരോ ബുക്കുകളും നമ്പരും എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ ബുക്കുകളുടെ ബേസിൽ ആ ഹദീസുകൾ വരും. പിന്നെ സ്വഹീഹ് മുസ്ലിമും അതുപോലെ തന്നെ എല്ലാ ബുക്കുകളും അതിലുണ്ട്. സുനാൻ നാസായി ഉണ്ട്, സുനാൻ അബൂ ദാവൂദ് ഉണ്ട്, എല്ലാ ഹദീസുകളുടെയും ഇതുണ്ട്. നമുക്ക് ഓരോ ടോപ്പിക്കിനെ വെച്ച് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സൂറ അൽ ഫാത്തിഹയുടെ ഹദീസ് വേണമെങ്കിൽ നമുക്കിങ്ങനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ ഫാത്തിഹയെ കുറിച്ചിട്ടുള്ള എല്ലാ ഹദീസുകളും നമുക്ക് കാണാൻ പറ്റും. മലയാളത്തിൽ വേണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഒരിക്കലും ഇംഗ്ലീഷ് എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്, അറബിക്ക് തന്നെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഹദീസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി, ഖുർആനിൻ്റെ ഓരോ ആയത്തും ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ChatGPTയിൽ ഇതിൻ്റെ ഓരോ ആയത്തുകളുടെയും ഓരോ വാക്കനുസരിച്ചിട്ട് നമുക്ക് അർത്ഥം നോക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ സാധാ ടൈപ്പ് ചെയ്യുന്ന പോലെ മലയാളത്തിൽ അടിച്ചു കൊടുത്താലും മതി. ChatGPTക്ക് മലയാളവും മനസ്സിലാവും. ഇത്രയും 3 കാര്യങ്ങൾ വെച്ച് നമുക്ക് ഖുർആൻ നല്ലപോലെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇനി ഒരു കാര്യം പറയാം. നമ്മളടുത്ത് വേറെ ഒരാൾ വന്നിട്ട് ഒരാൾ പറഞ്ഞു നിൻ്റെ അടുത്ത് ഈ കാര്യം പറയണമെന്ന്. അപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി അതിങ്ങനെ ശ്രമിക്കത്തില്ലേ? അതുപോലെയല്ലേ ഖുർആനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു നമ്മളടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ, അതറിയാൻ മാത്രം നമ്മൾ ശ്രമിക്കുന്നില്ല. ഒരു സൂറത്തെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമല്ലേ? നമ്മളടുത്ത് അള്ളാഹു ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു നമുക്ക് അറബി ഭാഷ അറിയത്തില്ലെന്ന്. ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാനേ പറ്റത്തില്ല, കാരണം നമ്മൾ ട്രാൻസ്ലേറ്റർ വെച്ച് എന്തെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.